എല്ലാവർക്കും SBR റേഡിയസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വലിയ പെരുന്നാളാണേ. അപ്പോൾ വലിയ പെരുന്നാളിലെ ചെറിയ ചെറിയ കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഒരു വ്ളോഗായിട്ട് എടുത്തേക്കുന്നത്. അപ്പം വലിയ പെരുന്നാളാണേലും ചെറിയ പെരുന്നാളാണേലും ഞങ്ങൾ 3 പേരും 2 വീട്ടിലേക്കായിട്ടാണ് ഷിഫ്റ്റ് ആവുന്നത്. ശിവയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ, ഞാനും രാഷിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. പിന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ള കുട്ടിയാണ് അയാന. അപ്പം അയാനയുടെ വീട്ടിൽ നിന്നാണ് ശിവയ്ക്ക് രാവിലെ കാപ്പി കൂടി. അങ്ങനെ അവിടെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇനി ശിവയുടെ അടുത്ത കൂട്ടുകാരിയാണ് ആലിയ. അത് ഇവരെ ഒരുമിച്ചാണ് പഠിക്കുന്നത്. അപ്പം ശിവ ഇനി ആലിയയുടെ വീട്ടിലെ വൈകിട്ടേ വരുള്ളൂ. ഞാനും രാഷിനും അങ്ങനെ രാഷിൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോവാം. അറിയാമല്ലോ, നസീറിക്ക. അപ്പോൾ അതേ അവിടുത്തെ പൂച്ചയാണിത്. മിന്നു എന്നാണ് പേര്. മിന്നു എപ്പോഴും എന്നാ പറയുന്നത്, അവിടെ കിടപ്പ്, മിന്നുവിൻ്റെ കിടപ്പ് സ്ഥലമാണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന്, ഇത് നമ്മുടെ അസീനാത്ത നസീറിക്കയുടെ വൈഫാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോൾ 1 മണി അടുത്തായി. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ഇതെല്ലാം കഴിക്കാനായിട്ടുള്ള എല്ലാം സെറ്റാക്കുവാണ്. അങ്ങനെ മന്തിയായിരുന്നേ കഴിക്കാൻ. ആരും ഓടിപ്പോയത്, വീണ മൈക്ക് എനിക്ക് കൈമാറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നസീറിക്കാനെ നോക്കിപ്പോയത്, നസീറിക്ക പാത്ത് കളിക്കുന്നു. നസീറിക്കായും ഉമ്മയായിട്ട് സാറ്റ് കളിക്കുകയാണ്. അവർ സാറ്റ് കളിക്കട്ടെ, എങ്കിലും നമുക്ക് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നമ്മളെന്ന് വെച്ചാൽ ഞാനും വീണയും. അവരാരും ക്യാമറയ്ക്ക് പിടി തരുന്നില്ല, അതല്ലേ ഈ പ്രശ്നം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഹോളിൽ വന്നിരുന്ന് എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നസീറിക്ക മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ എല്ലാവരും ഒരേ മുക്കിലും മൂലയും ഇരിപ്പുണ്ട്. പക്ഷേ ക്യാമറയുടെ മുന്നിലോട്ട് വരുന്നില്ല. എന്തായാലും കുറച്ച് നേരം ക്യാമറ മാറ്റി വെച്ചില്ലെങ്കിൽ അസീനകത്ത് ഈ ചായയും കടിയോട്ടൊന്നും വരത്തില്ല. അങ്ങനെ ചായ വന്നു, ഞങ്ങൾ ചായ കുടിച്ചു. അപ്പുറത്തൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ. ഈ പെരുന്നാളിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇത് നസീറിക്കയുടെ പുതിയ വീട് വെച്ചിട്ട് ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ. അപ്പോഴേക്കും ഉമ്മ നമ്മുടെ അടുത്ത് വന്നിരുന്നു കേട്ടോ. ഉമ്മ ഇരിപ്പ് നോക്കിയ തിരിഞ്ഞായിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ വീണയുടെ ചിരിയുണ്ട്. ഇതാണ് കുഴപ്പം. നസീറിക്ക അറിയുന്നില്ല, പുറകിൽ നിന്നാണ്. നസീറിക്കയുടെ മോനായിരുന്നു ക്യാമറമാൻ, പുറകിൽ നിന്ന് പിടിച്ച്. അങ്ങനെ എന്തായാലും അസീനാത്തയും ഇവിടെ വന്നിട്ടുണ്ട്. അസീനാത്തയുടെ പുറകെ ആ കസേരയിൽ അവിടുത്തെ മിന്നിപ്പൂച്ച ഇരിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ടാറ്റ പറഞ്ഞ് ഓക്കെ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഒരു അനുജൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അനുജന് ചന്തു എന്നാണ് പേര്. അങ്ങനെ ഞങ്ങൾ ചന്തുവിൻ്റെ കുഞ്ഞിന് ഉടുപ്പെടുക്കാൻ വേണ്ടി നമ്മുടെ തിരുപ്പൂർ ബസാർ വന്നു. പക്ഷേ അവിടെ വന്നപ്പോഴേക്കും വീണയ്ക്ക് ഇൻഡിക്കേറ്റർ ഓഫാക്കാൻ അറിയാൻ വയ്യ. വീണ എന്തെടുത്ത് താക്കോല് ഫുള്ളായിട്ട് ഓഫാക്കി. അതിനുശേഷം വീണ മട്ടത്തിന് കടയിലോട്ട് പോയി. അങ്ങനെ കയറിയ ഇവിടുത്തെ കളക്ഷൻസൊക്കെ നിങ്ങളൊന്ന് കാണണം കേട്ടോ. നല്ല സൂപ്പർ കളക്ഷൻസാണ്. ഇവിടെ എല്ലാത്തിനും വളരെ ചുരുങ്ങിയ വില മാത്രമേ ഉള്ളൂ. ബാക്കി വിലയുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും. 200 രൂപ അല്ലേ? നമ്മുടെ ഷർട്ടിനൊക്കെ എന്ത് വില? അപ്പോൾ ഷർട്ടിന് ഏറ്റവും 300-350 രൂപ വെച്ചു. കോട്ടൺ ഷർട്ടല്ലേ? എല്ലാം കോട്ടൺ. ഈ ഷർട്ടിന് 350 രൂപ. ഈ സെയിം സാധനം സത്യം പറഞ്ഞാൽ നമ്മൾ മറ്റൊരു കടയിൽ നിന്ന് എടുത്തപ്പോൾ നമുക്ക് 499 രൂപ നമ്മൾ മേടിച്ച്. നമ്മളുള്ള കാര്യം ഇവിടെ പറയണം. അതുപോലെ തന്നെ ഈ ഷർട്ട് ഉണ്ട്. ഇപ്പോൾ കറുപ്പ് ഷർട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചാണ്. അതിന് ഡിസൈൻ ഉണ്ട് കണ്ട, കൊള്ളാൻ. എന്തായാലും ഇത് വെറും 300 ഉള്ളൂ. ഇതില്ലായിരുന്നു ഇപ്പോൾ വന്ന്. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടുന്നാണ് എടുക്കുന്നത് കേട്ടോ. പൊതുവേ നമ്മൾ മിക്ക കടയിലും കയറുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വിലക്കുറവ് നമുക്ക് തോന്നിയിരിക്കുന്നത് ഇവിടെ വന്നതുകൊണ്ട് പറയുകയല്ല, നമുക്ക് വിലക്കുറവ് ഇവിടെയാണ്. ഞാൻ ഈ സെയിം സാധനം, ഈ ഷർട്ട് ഞാൻ കറുപ്പ് ബ്ലാക്ക് ഷർട്ട് മലയ്ക്ക് പോകാൻ എടുത്തപ്പോൾ 499 രൂപ എൻ്റെ മേടിച്ച്. പക്ഷേ ഇവിടെ വന്നപ്പോൾ 350 രൂപ അല്ലേ? 350 രൂപ പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഉടുപ്പെടുക്കാൻ വേണ്ടി വന്നതാണ്. ഉടുപ്പെടുത്ത് കഴിഞ്ഞ് അപ്പോൾ ഇവിടുത്തെ കളക്ഷനൊക്കെ ഞങ്ങളൊന്ന് കാണിക്കുകയായിരുന്നു. നമ്മളെപ്പോഴും വരുന്ന കടയായതുകൊണ്ട് നമ്മൾ കാണിക്കുകയാണ്. നല്ല കളക്ഷനാണ്. അപ്പോൾ ഇന്ന് ഈ ഷർട്ട് ഏതെടുത്താലും 350 രൂപ എന്ന് പറയുന്നത്. ഈ ഷർട്ട് ഉണ്ടോ? 3 1000 രൂപയുള്ളൂ. ഓ, നല്ല ഷർട്ടാണ് ഇത്. ഏതെടുത്താലും, ഇവിടെ ഇരിക്കുന്ന ഏത് ഷർട്ട് എടുത്താലും. വീണ, എനിക്ക് എന്തെങ്കിലും എടുത്തു തരാൻ പ്ലാനുണ്ടോ? ഇല്ലല്ലേ? വീണ ചിരിക്കുന്നു. 350 രൂപയുടെ ഷർട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചന്തുവിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ചന്തുവൊക്കെ വാതിക്കെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെ കണ്ട് എല്ലാവരും ഉൾവലിഞ്ഞ്. ഇവിടെയും ക്യാമറ കാണിക്കുന്ന പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്തായാലും ചന്തുവിൻ്റെ അമ്മയാണത്. ചന്തുവിൻ്റെ അമ്മയുടെ നിന്ന് കുഞ്ഞിനെ ഞങ്ങൾ മേടിച്ച്. അങ്ങനെ കുഞ്ഞ് എന്നെ അതിശയത്തോട് നോക്കുകയാണ്. ഇത് ഏതാണ് ഈ ജീവി എന്നുള്ള നോട്ടമാണെന്ന് തോന്നുന്നു. അതിനെ കുഞ്ഞിനെ ഞങ്ങൾ ഉടുപ്പൊക്കെ കൊടുത്ത്. കുഞ്ഞിന് ഇഷ്ടപ്പെടുമോയെന്നറിയത്തില്ല, എങ്കിലും ഞങ്ങളത് കൊടുത്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ട് ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. ഓക്കെ, ബായ്.